ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ലഹരി മാഫിയക്കെതിരെ ദക്ഷിണേന്ത്യൻ സഖ്യം. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി രമേശ് ചെന്നിത്തല നാളെ സി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കാണും. ഇനിയുള്ള ദിവസങ്ങളിൽ ആന്ധ്ര, തെലങ്കാന, പുതുശ്ശേരി മുഖ്യമന്ത്രിമാരെ കാണും. എല്ലാവരുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. കേരളത്തെ രക്ഷിക്കാൻ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അടിയന്തരമായ ആവശ്യം. ഇന്ന് അത് സ്കൂൾ മാനേജ്മെൻറ്റുകൾ, അതോടൊപ്പം തന്നെ ആശുപത്രി, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ എല്ലാവരും, അതോടൊപ്പം തന്നെ ക്ലബ്ബുകൾ, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ഗ്രന്ഥശാലകൾ, അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ എല്ലാ മതസംഘടനകൾ എല്ലാവരും ഇതിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുന്നുണ്ട്. ഈ നാടിൻ്റെ ആവശ്യമാണിത്. തലമുറകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ദൗത്യമാണിത്. ഈ ദൗത്യത്തിൽ എല്ലാവരും പങ്കുചേരണം. പിടിച്ച മയക്കുമരുന്ന് സാധനങ്ങൾ മുഴുവൻ എറണാകുളത്ത് നമ്മുടെ കമ്മീഷണറുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം ഇത് മുഴുവൻ നമ്മൾ ഇല്ലാതാക്കുന്നുണ്ട്, അത് ഭസ്മീകരിക്കുന്നുണ്ട്. അതിന് നടപടി ഉണ്ടാകും. എല്ലാ ജില്ലകളിലും അത്തരം നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് മന്ത്രിയുമായിട്ട് ഈ കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്ന ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിന് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് ട്രാൻസ്പോർട്ട് മന്ത്രിയും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും അതിനെ ഗൗരവത്തിലെടുത്ത് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി നാളെ കൂടിക്കാഴ്ച നടത്തുന്നത് ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിക്ക് പിന്തുണ തേടിയാണ്. തെന്നിന്ത്യൻ ലഹരി മാഫിയക്കെതിരെയുള്ള ഈ വലിയ പോരാട്ടത്തിൽ അന്തർ സംസ്ഥാന സഹകരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. കേരള സർക്കാർ ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ വിജയകരമാക്കാൻ അയൽ സംസ്ഥാനങ്ങളുടെ പിന്തുണ തേടുകയാണ് ലക്ഷ്യം. ഈ പദ്ധതിയുടെ ഭാഗമായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. ഇനി തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ DGPമാരുമായും മന്ത്രിമാരെയും ആഭ്യന്തരമന്ത്രി നേരിൽ ചെന്ന് ചർച്ചകൾ നടത്തുമെന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.